വയനാട്ടിൽ മഴ തുടരുന്നു. രാവിലെ ശമനമുണ്ടായെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. തവിഞ്ഞാൽ പഞ്ചായത്തിൽ മഴയും കാറ്റും. അതേസമയം ബാണാസുര ഡാം തുറന്നു. 10 സെന്റിമീറ്ററാണ് ഷട്ടർ തുറന്നത്. അർജുൻ ചേരുന്നു. അർജുൻ, മഴ വീണ്ടും വയനാടിനെ വലയ്ക്കുകയാണോ? എന്താണ് നിലവിലുള്ള അവസ്ഥ? തീർച്ചയായും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ അതിനൊരു ശമനമുണ്ടായിരുന്നു. പിന്നീടും മഴ പെയ്യുന്ന രീതിയാണ് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 മണിക്കൂറും ഇടവിട്ട് മഴ പെയ്യുന്ന രീതിയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, അതിന്റെ കൂടെ ശക്തമായ കാറ്റടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതേ തുടർന്നാണ് ഇന്ന് ഈ ഒരു ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തതിനെ തുടർന്ന് 10 സെന്റിമീറ്റർ ഈ ഷട്ടർ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിൽ കവിഞ്ഞാൽ പഞ്ചായത്തിലാണ് ഇപ്പോൾ മഴയും കാറ്റും ശക്തമായിട്ടുള്ളത്. കവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് വട്ടോളി എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലായി കാറ്റടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്തരത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം, ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം മഴ ലഭിക്കുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് മഴ പെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, വയനാട്ടിൽ ശക്തമായ മഴ. രാവിലെ ശമനമുണ്ടായെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. തവിഞ്ഞാൽ പഞ്ചായത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും. അതേസമയം ബാണാസുര ഡാം തുറന്നു. 10 സെന്റിമീറ്ററാണ് ഷട്ടർ തുറന്നത്. അർജുൻ ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ